രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാവ് നേതൃത്വം നൽകുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര മണിപ്പൂരിൽ നിന്ന് തുടങ്ങി അസം കഴിഞ്ഞ് ബംഗാളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുകയാണ്. അസമിൽ പക്ഷേ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള പ്രതിബന്ധങ്ങൾ ആ യാത്രയ്ക്ക് മുന്നിലുണ്ടായത്. മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ ഇപ്പോഴത്തെ BJP നേതാവായ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സർക്കാർ വലിയ പ്രതിരോധം ആ യാത്രയ്ക്ക് മുന്നിൽ തീർക്കുന്ന കാഴ്ച കണ്ടു. ഇപ്പോൾ ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുന്നു. അത് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് അന്വേഷണത്തിന് വിട്ടിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധിക്കെതിരെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യും എന്ന് ഹിമന്ത ബിശ്വ ശർമ്മ പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത്. അതോടൊപ്പം ഈ ന്യായ് യാത്ര ഇന്ത്യ മുന്നണിക്കുള്ളിലും പ്രശ്നങ്ങളുണ്ടാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കാനുള്ളത് ഡൽഹിയിൽ നിന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകൻ CL മനോജാണ്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മളിത് സംസാരിക്കുമ്പോൾ ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര അത് ഈ അസമിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, അത് ഈ ഹിമന്ത ബിശ്വ ശർമ്മ മുൻപ് കോൺഗ്രസ് നേതാവായിരുന്നു. രാഹുൽ ഗാന്ധിയുമായി അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതേ തുടർന്നാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ട് BJPയുടെ ഭാഗമാവുന്നത്. വ്യക്തിപരമായ പ്രശ്നമാണോ അതോ BJP തന്നെ പ്ലാൻ ചെയ്ത് ഈ യാത്രയെ ഈ വിധത്തിൽ മുന്നോട്ട് പോകേണ്ടതില്ല എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹിമന്ത ബിശ്വ ശർമ്മ നടപടിയെടുക്കുന്നതാണോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നം എന്നതിനേക്കാൾ കൂടുതൽ ഇതെല്ലാം വരുന്ന തെരഞ്ഞെടുപ്പിനെ കണ്ണുവെച്ചുകൊണ്ടുള്ള പൊളിറ്റിക്കൽ പൊസിഷനിങ് ആണ്. രാഹുൽ ഗാന്ധിക്ക് ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടി രാഷ്ട്രീയം നോക്കിയാൽ ഹിമന്ത ബിശ്വ ശർമ്മക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ടതില്ല. രാഹുൽ ഗാന്ധിയുടെയും അദ്ദേഹത്തിന്റെ അടങ്ങാത്ത ഒരു സൗഹൃദ ബന്ധം ഗൗരവ് ഗൊഗോയ് ഫാമിലിയുമായിട്ടുള്ളത് കൊണ്ടാണ് ഉണ്ടായ ഒരു സാഹചര്യമാണ് ഇന്ന് ഹിമന്ത ബിശ്വ ശർമ്മയെ അസാമിന്റെ മാത്രമല്ല നോർത്ത് ഈസ്റ്റിന്റെ തന്നെ BJPയുടെ ഏറ്റവും ശക്തനായി നേതാവാക്കി മാറ്റിയത്. അപ്പോൾ രണ്ട് ചെറുപ്പക്കാർ തമ്മിലുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വ്യക്തിബന്ധം, ഒരു സുഹൃത്ത് ബന്ധം കോൺഗ്രസ് പാർട്ടിയെ നോർത്ത് ഈസ്റ്റിൽ താറുമാറാക്കിയ കാഴ്ച എല്ലാവരും കണ്ടതാണ്. ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസ് പാർട്ടിയുടെ അസാമിലെ ഏറ്റവും വലിയ കരുത്തനായ നേതാവാണ്. തരുൺ ഗൊഗോയുടെ ആരോഗ്യമൊക്കെ മോശമായപ്പോൾ അന്ന് കോൺഗ്രസിന്റെ രണ്ടാമൻ എന്ന നിലയിൽ എല്ലാ അർത്ഥത്തിലും ആ സർക്കാർ കൊണ്ടുപോയി നടന്നത് ഹിമന്ത ബിശ്വ ശർമ്മയാണ്. അദ്ദേഹത്തിനെ അടുത്ത നേതാവായി തിരഞ്ഞെടുപ്പിന് മുമ്പ് അനൗൺസ് ചെയ്യേണ്ടതാണ്. അതാണ് അവരുടെ വലിയ കോൺഗ്രസ് MLA-മാരുടെ നേതൃത്വത്തിന്റെ മുന്നിലുള്ള ആവശ്യവും എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അന്നത്തെ കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഹിമന്ത ശർമ്മയെ ഭാവി നേതാവായി അവിടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞ് ആ ഒരു മുഖ്യമന്ത്രിയിലേക്കുള്ള ഒരു അപ്പോയിന്റ്മെന്റ് തരുൺ ഗൊഗോയെ മാറ്റാനുള്ള ഒരു ACC ഡെലിഗേറ്റ്സ് പോലും ഡൽഹിയിൽ നിന്ന് പോകാൻ ഒതുങ്ങിയ സമയത്താണല്ലോ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള തരുൺ ഗൊഗോയുടെ മകനും ഇപ്പോഴത്തെ ഗൗരവ് ഗൊഗോയ് എല്ലാം കൂടി രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിയോട് പറഞ്ഞു, ഇല്ല, നമ്മളുടെ സുഹൃത്താണ്, അതുകൊണ്ട് ആ ഒരു സുഹൃത്ത് ബന്ധങ്ങൾക്ക് നൽകിയ ഒരു മുൻകൂറ്റം ആണ് ഇന്ന് കോൺഗ്രസ് പാർട്ടി നോർത്ത് ഈസ്റ്റില് വഴിയാധാരമായി കിടക്കുന്നത്. അപ്പോൾ തരുൺ ഗൊഗോയ്ക്ക് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിൽ വളരെയധികം താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. അതല്ലെങ്കിൽ അദ്ദേഹം ആസാമിലെ മുഖ്യമന്ത്രിയായി മാത്രം ഒതുങ്ങിയാൽ. അത് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന നിലയിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് തരുൺ ഗൊഗോയ് ഇന്നത്തെ BJPയുടെ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ യാത്രയെ ഞാൻ വളരെ നിസ്സാരമായാണ് കണക്കാക്കുന്നത്. അദ്ദേഹത്തിനെ മറ്റ് യാത്ര നടത്തുന്ന ആളുകളെ എല്ലാം ഭരണകൂടങ്ങളിൽ നിന്ന് നേരിടുന്നത് പോലെ പെർമിഷൻ ഇല്ല അങ്ങനെയുള്ള പേരുകളിലൊക്കെ പറഞ്ഞ് കേസ് കെട്ടുകൊടുക്കുകയും തടയുകയും ചെയ്യുന്നു എന്നുള്ളൊരു പൊളിറ്റിക്കൽ മെസ്സേജ് അദ്ദേഹം BJPക്ക് കൊടുത്തിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ തടഞ്ഞതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആസാമിൽ നഷ്ടമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഓരോരുടെയും രാഷ്ട്രീയ വിവേകത്തിനനുസരിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ
നടത്തുന്നത് ഇതിനു മുമ്പ് കന്യാകുമാരി തുടങ്ങി ശ്രീനഗർ വരെ നടത്തിയ ഭാരത് ജോഡോ യാത്ര BJPക്കെതിരായിട്ടുള്ള BJPയുടെ പൊളിറ്റിക്സിനെതിരായിട്ട് BJPയെ ചെറുത്തു നിൽക്കേണ്ട ആവശ്യകതകളെ കുറിച്ച് ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അന്ന് നടത്തിയത്. BJPയുടെ പോളറൈസേഷൻ പൊളിറ്റിക്സിന്റെ ആ യാത്രയുടെ അവസാനം ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള ഹിന്ദി ബെൽറ്റില് 3 പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് കോൺഗ്രസ് നിലംപത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആ യാത്രയില് ആ പരാജയത്തിന് ശേഷം മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നുള്ള സംസ്ഥാനങ്ങളില് കോൺഗ്രസിനെ നയിച്ചിരുന്ന നേതാക്കന്മാരെ മാറ്റി പുതിയ ടീമിനെ വെച്ചു. എന്നാൽ ആ 3 സംസ്ഥാനങ്ങളും മറ്റാരേക്കാൾ കൂടുതൽ കോൺഗ്രസ് പാർട്ടിയിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി സ്വയം വന്ന് നേതൃത്വം നൽകിയത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി വദ്രയുമാണ്. അവർക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ പരാജയങ്ങളിൽ നിന്ന് പുതിയ യാത്രകളിലോട്ട് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ അക്കൗണ്ടബിലിറ്റി എന്നുള്ളൊരു കാര്യം ജനാധിപത്യത്തിൽ വലിയ വ്യത്യാസമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 2014 കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം 44 അവസാനിച്ചു. 44 ലോക്സഭാ സീറ്റില്. 2019 53 സീറ്റിൽ അവസാനിപ്പിച്ചു. ഈ പരാജയങ്ങൾ കോൺഗ്രസ് പാർട്ടി, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി തകർന്ന് തരിപ്പണമാവുമ്പോഴും വീണ്ടും ശക്തനായി മുന്നോട്ട് നിൽക്കുന്നത് രാഹുൽ ഗാന്ധി മാത്രമാണ്. ആ ഒരു വിരോധാഭാസം കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ രാഷ്ട്രീയ ഗതികേടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതുകൊണ്ട് ഈ രണ്ടാമത്തെ യാത്ര എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളതാണ് മറ്റെല്ലാവരെക്കാൾ കൂടുതൽ രാഷ്ട്രീയ ബോധമുള്ള ഡൽഹിയിലെ കോൺഗ്രസ്സുകാര് ആശങ്കയോടുകൂടി നോക്കുന്നത്. ഇപ്പോൾ തന്നെ വെസ്റ്റ് ബംഗാളിൽ ഈ യാത്ര വരുന്നതിന് മുമ്പ് തന്നെ വെസ്റ്റ് ബംഗാളിൽ വരുന്നതിന് മുമ്പ് ഒരു ദിവസം മുമ്പ് തന്റെ ഊഷ്മളമായ ബന്ധത്തെക്കുറിച്ച്, മമതാ ബാനർജിയുമായി ഉള്ള ബന്ധത്തെക്കുറിച്ചും അലയൻസ് അവിടെ ഉണ്ടാവാൻ പോകുന്നതിനെ കുറിച്ചും രാഹുൽ ഗാന്ധി പറഞ്ഞ് ആ മഷി ഉണങ്ങുന്നതിന് മുമ്പ് മമതാ ബാനർജി അലയൻസ് നടത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും പറഞ്ഞു. അപ്പോൾ സംഭവ ബഹുലമായി യാത്ര മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഇപ്പോൾ അസമിലൊക്കെ കാണുന്നത് പോലെ, ഇപ്പോൾ നേരത്തെ ഭാരത് ജോഡോ യാത്രയെക്കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചു. ഭാരത് ജോഡോ യാത്ര ഇത്തരം എതിർപ്പുകൾ, അതായത് ഭരണകൂടങ്ങളുടെ എതിർപ്പുകൾ വലിയ തോതിൽ ഉണ്ടാകാത്ത വിധത്തിലാണ് ഭാരത് ജോഡോ യാത്ര സമാപിക്കുന്നത്. പക്ഷേ ന്യായ് യാത്ര വരുമ്പോൾ BJPയുടെ നേതൃത്വത്തിലുള്ളൊരു ഭരണകൂടം അതിനെ തടയാൻ ശ്രമിക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നഗരത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കാതിരിക്കുക, കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കേസെടുക്കുക, അല്ലെങ്കിൽ ട്രാഫിക് ജാം ഉണ്ടാകും അതുകൊണ്ട് ഈ യാത്ര നടത്താൻ പറ്റില്ല എന്ന് പറയുക. ഇങ്ങനെ നമുക്ക് പൊതുവിൽ രാഷ്ട്രീയ പ്രതിയോഗികളുടെ യാത്രയോടെ എങ്ങനെയാണോ ഒരു ഭരണകൂടം നിലപാട് സ്വീകരിക്കുക, ആ നിലപാട് ആസാം ഗവൺമെൻറ് സ്വീകരിക്കുന്നൊരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഇത്തരം പ്രതിപക്ഷ നീക്കങ്ങളെ മുഴുവൻ അടിച്ചമർത്താൻ ഞങ്ങൾക്ക് കഴിയും എന്നുള്ള ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണോ, അതോ രാഹുലിൻ്റെ ഭാരത് ജോഡോ ന്യായ് യാത്ര ഒരുപക്ഷെ ഉണ്ടാക്കാനിടയുള്ള രാഷ്ട്രീയ മൈലേജ് അതിനെ തടയുക എന്ന ലക്ഷ്യത്തോടെ ചെയ്യുന്നതാണോ? സാധാരണ രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് സ്വന്തം ഭാഗത്ത് നിന്ന് ഒരു പ്രൊജക്ഷൻ ഒരു രാഷ്ട്രീയ പാർട്ടികളും കൊടുക്കാറില്ലല്ലോ. ഈ യാത്ര നടക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആദ്യത്തെ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം കോൺഗ്രസ് പാർട്ടിയുടെ വലിയ പരാജയത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഹിന്ദി ഹാർട്ട്ലാൻഡിലെ പരാജയം. അപ്പോൾ ആ ഹിന്ദി ഹാർട്ട്ലാൻഡിലെ പരാജയത്തിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒരു പബ്ലിക് സ്റ്റാൻഡിങ്ങിനെ കുറിച്ച് കോൺഗ്രസ് പാർട്ടിയിലെ ആളുകൾക്ക് ബോധമുള്ളതുപോലെ തന്നെ BJPയിലെയും ആളുകൾക്ക് ബോധമുണ്ട് എന്നുള്ളതിന്റെയും അതിനെ തുടർന്നുള്ള അതിന്റെ ആ ഒരു പബ്ലിക് സ്റ്റാൻഡിങ്ങിനെ കുറിച്ച് മനസ്സിലെടുത്തുകൊണ്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണ് നമ്മൾ ഇപ്പോൾ ആസാമിൽ കാണുന്നത്. കോൺഗ്രസ് പാർട്ടി ഈ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ ജയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കുന്നില്ലായിരുന്നല്ലോ. ഈ യാത്രയെയും രാഹുൽ ഗാന്ധിയെയും ഒരു പക്ഷേ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ആവശ്യം വന്നാണ്.
അപ്പോൾ താങ്കൾ എന്നോട് ചോദിച്ചത് ഈ യാത്ര അവിടെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് കണ്ടുകൊണ്ടുള്ള ഒരു ഇടപെടലാണോ ആസാമിൽ? അങ്ങനെയായിരുന്നെങ്കിൽ കുറച്ചുകൂടി കരുതലോടുകൂടിയേ രാഷ്ട്രീയപരമായി വളരെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹെമന്ത് ശർമ്മ ചെയ്യുമായിരുന്നുള്ളൂ. ഹെമന്ത് ശർമ്മയുടെ ഇടപെടലുകള് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയൊരു യാത്ര നടത്തി രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും പറ്റിയത് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആണ് ഇപ്പൊ ചെയ്യുന്നത്. റൈറ്റ്. നമ്മൾ അങ്ങനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു അനവസരത്തിലുള്ള യാത്രയായി കണക്കാക്കാൻ പറ്റുമോ? കാരണം വെച്ച് കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപിക്കാം എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ഫെബ്രുവരി 1 ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു. അതിനുശേഷം ഏത് സമയത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാം. ഈ യാത്രയിലേക്ക് രാഹുൽ ഗാന്ധി മുന്നിട്ടിറങ്ങുന്നതിന് മുൻപ് ഇന്ത്യ സഖ്യവുമായിട്ടുള്ള ചർച്ചകൾ, ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികളുമായിട്ടുള്ള സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ, ഇതൊക്കെ നടത്താൻ പാകത്തിലേക്ക് ഒരു പൊളിറ്റിക്കൽ മൂവാണോ നടത്തേണ്ടിയിരുന്നത്, അതോ ഈ യാത്രയാണോ നടത്തേണ്ടിയിരുന്നത് എന്നുള്ള സംബന്ധിച്ചുള്ളൊരു വിവേചനം കോൺഗ്രസ് നേതൃത്വത്തിൽ ഇല്ലാതെ പോയതിൻ്റെ ബാക്കിയാണോ ഈ യാത്ര? ആരാ കോൺഗ്രസ് നേതൃത്വം എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത്? റൈറ്റ്, ഞാൻ ഉദ്ദേശിച്ചത് രാഹുൽ ഗാന്ധിയെ തന്നെയാണ്. രാഹുൽ ഗാന്ധിയല്ലേ ഈ താങ്കൾ പറഞ്ഞ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, തിരഞ്ഞെടുപ്പ് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം, ഇന്ത്യ അലയൻസ് അത് ശക്തിപ്പെടുത്താനോ അല്ലെങ്കിൽ അതിനെ ഉള്ള ശ്രമത്തിന്റെ ചർച്ചകൾ നടത്തുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം താങ്കൾക്കും എനിക്കും അറിയാവുന്നതുപോലെ അല്ലെ, നമ്മളെക്കാൾ കൂടുതൽ അറിയേണ്ട ഒരാളാണല്ലോ ഈ കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസ് പ്രസിഡന്റ് അല്ലാതെയും ഒരു നോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്ന് ഇരിക്കുമ്പോഴും ഒരു ഡിഫാക്റ്റോ നേതാവാണല്ലോ അദ്ദേഹം. എല്ലാ തീരുമാനങ്ങളും കോൺഗ്രസ് പ്രസിഡന്റ് ആണോ? പൊസിഷനുകൾക്കും പദങ്ങൾക്കും അധികമായി കോൺഗ്രസ് കോൺസ്റ്റിറ്റ്യൂഷനേക്കാളും വലിയ പൊസിഷനിൽ ഇരിക്കുന്ന നേതാവാണല്ലോ അദ്ദേഹം. അതല്ലെങ്കിൽ കോൺഗ്രസ് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് കോൺഗ്രസ് പ്രസിഡന്റ് ആണല്ലോ ഏറ്റവും വലിയ നേതാവ്. കേരളത്തിൽ കോൺഗ്രസ്സുകാർ യാത്ര നടത്തുമ്പോൾ ഒന്നെങ്കിൽ പാർട്ടി പ്രസിഡന്റ് അല്ലെങ്കിൽ CLP നേതാവ് ആണല്ലോ യാത്രകൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ പൊസിഷൻ രാഹുൽ ഗാന്ധിക്ക് ആവശ്യമില്ല. യാത്രകൾ എപ്പോൾ നടത്തണം എന്നും അദ്ദേഹം തീരുമാനിക്കും. അല്ലെങ്കിൽ തന്നെ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു യാത്ര നടത്തുന്ന ആളാണല്ലോ. എത്ര പ്രധാനപ്പെട്ട പാർലമെന്റ് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട അജിറ്റേഷൻസ് നടക്കുമ്പോൾ, പണ്ട് ലാൻഡ് അക്വിസിഷൻ ബില്ലിനെതിരായിട്ട് നടന്ന അജിറ്റേഷന്റെ ഒക്കെ നടുക്ക് തന്നെ അദ്ദേഹം വിദേശയാത്ര നടത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ താങ്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, അത് അദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വയം തീരുമാനിക്കുന്ന ഒരാളാണല്ലോ. ഇപ്പൊ മമതാ ബാനർജി പറഞ്ഞല്ലോ, എനിക്ക് ഈ യാത്രയെ കുറിച്ചൊന്നും അറിയില്ല, ഞാൻ ഇന്ത്യ അലയൻസിന്റെ ഒരു പ്രധാന ഒരു അംഗമാണ്, പക്ഷെ വെസ്റ്റ് ബംഗാളിൽ ഇങ്ങനെ ഒരു യാത്ര വരണോ എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നിതീഷ് കുമാറിന്റെ പാർട്ടി പറഞ്ഞല്ലോ, ഒരു ഇന്ത്യ അലയൻസിന്റെ ഒരു ജോയിന്റ് ഈ സമയത്ത് ഒരു യാത്രയായിരുന്നു ആവശ്യം അല്ലാതെ. അപ്പോൾ ഒരു ഭാഗത്ത് BJPക്കെതിരായിട്ട് സ്വയം പ്രൊജക്റ്റ് ചെയ്യുക, ഇന്ത്യ അലയൻസിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും അതിന്റെ മുകളിൽ ഒരു സ്വയം പ്രതിഷ്ഠ നടത്തിക്കൊണ്ടുള്ള ഒരു യാത്ര. അപ്പൊ അങ്ങനെയുള്ള യാത്രകളൊക്കെ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ നിങ്ങൾ നേരിടുന്ന രാഷ്ട്രീയ പ്രതിയോഗികളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീൽ ചെയ്യേണ്ട മറ്റ് കോൺഗ്രസ് ഡീൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള റീജിയണൽ പാർട്ടിയോ കോൺഗ്രസ് പാർട്ടിയില് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഓഫീസ് ബെയറേഴ്സ് കാണിക്കുന്ന ഒരു വിധേയത്വം ഇദ്ദേഹത്തിനോട് കാണിക്കേണ്ട ആവശ്യം കാണിക്കില്ല എന്നുള്ളതാണ് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ കാണുന്നത്. റൈറ്റ്. നമ്മളത് പറയുമ്പോൾ ഇതൊരു ഇൽ ടൈംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അനവസരത്തിലുള്ള ഒരു യാത്രയായി പോയി എന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ സമയത്ത് ഈ യാത്രയായിരുന്നില്ല വേണ്ടിയിരുന്നത്, മറിച്ച് ഇപ്പോൾ JDUവിൻ്റെ നേതാവ് നിതീഷ് കുമാറൊക്കെ പറയുന്നത് പോലെ ഒരു ഇന്ത്യ സഖ്യത്തിൻ്റെ ക്യാമ്പയിൻ അത് രൂപകൽപ്പന ചെയ്യുകയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയുമാണ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് തോന്നലുണ്ടോ? അല്ല, അത് വളരെ വ്യക്തമാണല്ലോ. പ്രത്യേകിച്ചും കഴിഞ്ഞ യാത്ര ഈ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ കന്യാകുമാരി തുടങ്ങി ശ്രീനഗർ വരെ ഒരു യാത്ര നടത്തുമ്പോൾ അതിൽ വളരെയധികം എഫേർട്ട് ആ യാത്രയിൽ വരും. ആ യാത്ര നമ്മൾ ക്യാമറയുടെ മുന്നിൽ കാണുന്ന ഒരു നേതാവ് മുന്നോട്ട് നടക്കുക, അതിൻ്റെ കൂടെ അണികൾ നടക്കുന്ന, അങ്ങനെ ആ ഒരു നടത്തല് മുഴുവൻ ഓർഗനൈസ് ചെയ്യുന്നതിനുള്ള ഒരു മാൻ പവർ ഇൻവെസ്റ്റ്മെന്റ്, റിസോഴ്സസ്
അതെല്ലാം കഴിഞ്ഞിട്ട് അതിന് വലിയൊരു ഗുണമുണ്ടായില്ല എന്നുള്ളത് കഴിഞ്ഞ ഹിന്ദി ഹാർട്ട്ലാൻഡിലെ എന്ന തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായതാണ് താങ്കൾക്കും എനിക്കും. അപ്പോ സാധാരണഗതിയിൽ അങ്ങനെ രണ്ടാമതൊരു യാത്രകളൊക്കെ നടത്താനായിട്ട് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നപ്പോൾ ഒരു കൂടിയാലോചനകൾ എല്ലാം നടത്തുവാൻ, അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റ് പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഇങ്ങനെ ഒരു യാത്രയ്ക്കുള്ള ഒരു ഒരു സ്വയം തീരുമാനിച്ച് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ മുന്നിൽ ഒരു പ്രപ്പോസലാണല്ലോ കൊണ്ടുവന്നത്. പ്രപ്പോസൽ എന്നല്ല, ഞങ്ങൾ നടത്താൻ പോകുന്നുണ്ട്, എല്ലാവരും കൈയടിച്ച് പാസ്സാക്കുക, അതാണല്ലോ അവിടെ സംഭവിച്ചത്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ കഴിഞ്ഞ 17-ാം തീയതി നടന്ന വർക്കിംഗ് കമ്മിറ്റിയിൽ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന മല്ലികാർജുൻ ഖർഗെ പറഞ്ഞത്, ആ വർക്കിംഗ് കമ്മിറ്റി വരുന്നതിന് മുമ്പേ എല്ലാ പത്രമാധ്യമങ്ങളിലും വാർത്തകൾ വന്നു കഴിഞ്ഞു യാത്ര തുടങ്ങാനുള്ള തീരുമാനമായി എന്ന്. എന്നാൽ ശ്രീ ഖർഗെ പറഞ്ഞത്, ഇന്ത്യയിലെ മുഴുവൻ ഭാഗത്തു നിന്നും എനിക്ക് ജനങ്ങള് എന്നെ വിളിച്ചിങ്ങനെ രാഹുൽ ഗാന്ധിയെ രംഗത്ത് ഇറക്കണമെന്നുള്ള വലിയ അപ്പീല്, അതുകൊണ്ട് ആ അപ്പീല്, ജനങ്ങളുടെ അപ്പീല് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു, ദയവ് ചെയ്ത് ആ ജനങ്ങളുടെ അപ്പീല് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് അവർക്ക് സന്തോഷം ഉണ്ടാക്കി ഒന്ന് യാത്ര നടത്തണം എന്നുള്ളൊരു കോൺഗ്രസ് പ്രസിഡന്റിന്റെ ഒരു അപേക്ഷയായിരുന്നു അന്ന്. അപ്പൊ അതുകൊണ്ട് കൈയടിച്ച് എല്ലാവരും പറഞ്ഞു. കാരണം ഈ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ടല്ലോ, വിഷ് ഇസ് ദ കമാൻഡ് എന്നുള്ള രീതിയിൽ. അപ്പൊ അദ്ദേഹം യാത്ര ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ എല്ലാവരും, ഈ വർക്കിംഗ് കമ്മിറ്റി വരുന്നതിന് മുമ്പേ ഈ ബസ് തയ്യാറായിരുന്നു, ബസ്സിന്റെ ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് വായിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായി, എഴുതാനുള്ള അവസരങ്ങളും ഉണ്ടായി. അപ്പൊ അങ്ങനെ ഒരു യാത്രയാണ്. അപ്പൊ താങ്കൾ ചോദിക്കുന്നത് ഇത് അനാവശ്യമായിരുന്നോ എന്നുള്ള, അന്നത്തെ വർക്കിംഗ് കമ്മിറ്റിയിൽ കുറച്ചെങ്കിലും പേര് പറഞ്ഞിരുന്നു, തെരഞ്ഞെടുപ്പ് വളരെ അടുത്ത് വന്നിരിക്കുകയാണ്, ഈ സമയത്ത് നമ്മളുടെ ഒരു പ്രയോറിറ്റി തെരഞ്ഞെടുപ്പാണോ അതോ ഇങ്ങനൊരു ഡൈവേർഷൻ ആവാൻ പറ്റുമോ എന്നുള്ളത് പറയാവുന്ന രീതിയിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ എല്ലാവരും ഒരു നോമിനേറ്റഡ് ആയതുകൊണ്ട് അവർക്കൊക്കെ പറയുന്നതിനും, കാരണം ഒരു പത്ര റിലീസിലൂടെ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഓഫീസ് ബെയർക്ക് മറ്റൊരു പത്ര റിലീസിലൂടെ അപ്രത്യക്ഷമാവാൻ പറ്റുമല്ലോ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പറയാവുന്ന രീതിയിൽ ഒക്കെ പറയുന്ന രീതിയിൽ പറഞ്ഞു. മറ്റുള്ളവർ പറഞ്ഞു, ഇപ്പോ ഒരു പ്രാവശ്യം ഇതൊക്കെ നടത്തിയല്ലോ യാത്ര, ഇനി ഒരു യാത്ര നടത്തിയാൽ ആ ഒരു നോവൽറ്റി ഒരുപക്ഷെ ഉണ്ടാവില്ല. വേറെയും ചില ആകാവുന്ന രീതിയിൽ പറഞ്ഞു. ഇവിടെ വലിയ ഈ അയോധ്യ രാമക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ് BJPയും ഗവൺമെന്റ് ഒക്കെ വലിയൊരു ബിൽഡപ്പ് നടത്തുന്ന ഈ ഒരു സമയത്താണ് ഇങ്ങനൊരു യാത്ര എന്ന്, അങ്ങനെ ചില സൂചനകൾ കൊടുക്കാവുന്ന രീതിയിൽ അവർക്ക് ചെന്നു. പക്ഷെ യാത്ര തീരുമാനിച്ചിരുന്നു. അപ്പൊ ആര് തീരുമാനിച്ചു, എന്തിനു തീരുമാനിച്ചു എന്നൊക്കെ ഉള്ളതിൽ അപ്രസക്തമാണ്. അപ്പോൾ യാത്ര നടക്കുന്നു. ആ യാത്ര നമുക്ക് മറ്റുള്ളവർക്കും കോൺഗ്രസ്സുകാരും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ BJPയുമായിട്ട് ഹിമന്ത ബിശ്വ ശർമ്മയൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണല്ലോ. BJPക്ക് എതിരായിട്ടാണെന്ന് ആണല്ലോ ഈ യാത്ര. പക്ഷേ ഇന്ത്യ അലയൻസിൽ പോലും ഈ യാത്രകൾ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് ഇപ്പൊ മുഴുവൻ യാത്രയിലാണ്. അപ്പോ ഇന്ത്യ മുന്നണിയുടെ ചർച്ചകളും എല്ലാം ഇനിയിപ്പോ നടക്കുന്ന ബസ്സിലിരുന്ന് നടത്താൻ പറ്റില്ലല്ലോ. ഇന്ത്യ അലയൻസിന്റെ പ്രധാനപ്പെട്ട റീജിയണൽ നേതാക്കന്മാരെപ്പോൾ എല്ലാവരും ഇനിയിപ്പോ ബസ്സിൽ വന്നിരുന്ന് ചർച്ച നടത്താം, അതല്ലെങ്കിൽ ഓരോ പ്രദേശത്ത് പോയി മുന്നണി വേണമോ, സീറ്റ് എത്രത്തോളം വേണമോ എന്നുള്ള ചർച്ചകൾക്കൊന്നും ചെയ്യാൻ അവർക്ക് സൗകര്യം ഉണ്ടാവില്ല. ഇപ്പൊ മമതാ ബാനർജി ഇപ്പോൾ തന്നെ അവരുടെ നീരസം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി പറഞ്ഞു. നിതീഷ് കുമാറിന്റെ ബീഹാറിൽ നിന്നും ഈ യാത്രയെ കുറിച്ചുള്ള ചില ചോദ്യങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, രാഹുൽ ഗാന്ധി എന്നുവരെ യാത്ര നടത്താൻ ആഗ്രഹിക്കുന്നു, അന്നുവരെ യാത്ര തുടർന്നുകൊണ്ടിരിക്കും. ഇത് രണ്ടാമത്തെ യാത്രകളാണ്, ഇനിയും യാത്രകൾ ഉണ്ടാവാം. നമ്മളിത് പറയുമ്പോൾ ഇപ്പോൾ ഫെബ്രുവരി 1 ബജറ്റാണ്, അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാം. ഏപ്രിൽ 16 ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള മട്ടിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മെസ്സേജ് ഉണ്ട്. അതിനനുസരിച്ച് തയ്യാറെടുപ്പുകൾ നടത്തണം എന്ന് അവിടുത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കത്ത് നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതായത് കഴിഞ്ഞ 2019 മെയ്യിലായിരുന്നു ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ്, അത് ഏപ്രിൽ നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നേരത്തെ ആകാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക്കായി ഈ പദ്ധതി പ്ലാൻ ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ മുന്നണിയെ കോൺഫിഡൻസിലെടുക്കുന്നതിൽ, മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് അതിൻ്റെ ലീഡർഷിപ്പിലാണ് തങ്ങൾ എന്ന ബോധ്യത്തോടുകൂടെ പ്രവർത്തിക്കുന്നതിൽ കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ വന്ന പരാജയത്തിൻ്റെ ബാക്കിയാണോ ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അസമിലെ സംഭവവികാസങ്ങൾ, ഒപ്പം ബംഗാളിൽ മമതാ ബാനർജി എടുക്കുന്ന സ്റ്റാൻഡ്, പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി എടുക്കുന്ന സ്റ്റാൻഡ്, ഇതൊക്കെ ഒരു സ്ട്രാറ്റജിക്കൽ പിഴവായിട്ട് കാണണോ നമ്മൾ? അല്ല,
താങ്കൾ ഇപ്പോൾ നടത്തുന്ന ഈ ഒരു ഒബ്സർവേഷൻ ഉണ്ടല്ലോ, ഇതെല്ലാം ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ടൈം ടേബിൾ വളരെ വ്യക്തമായിട്ട് നമ്മളുടെ മുന്നിൽ ഉണ്ട്. ഇപ്പൊ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഈ സമയത്ത് ഗവൺമെന്റിന്റെ ടേം അവസാനിച്ചാൽ ഇന്ന ദിവസത്തിനുള്ളിൽ പുതിയ സർക്കാർ ഉണ്ടാവും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോ ഡിസംബർ നവംബർ മാസത്തിലെ തെരഞ്ഞെടുപ്പുകളോടുകൂടി അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞാൽ ഈ വരുന്ന ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ ഒരു ബജറ്റ് വരും. അത് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് എല്ലാ അർത്ഥത്തിലും. പിന്നെ 2 ആഴ്ച മുന്നോട്ടോ ആണോ താഴോട്ടാണോ എന്നുള്ളതിന് പ്രസക്തിയില്ല. ഒരു ഗവൺമെന്റിന്റെ ടെന്യൂർ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് സമയമാണ്. കഴിഞ്ഞ പല 10-20 വർഷമായിട്ട് ഈ ഒരു ടൈം ടേബിളിൽ, കാരണം ഫുൾ ഗവൺമെന്റുകൾ നടക്കുന്നത് കൊണ്ട് ഒരു ടെന്യൂർ അവസാനിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടേതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് ഒരു യാത്രയും ഇങ്ങനെ നടക്കുകയാണ്. അപ്പോ യാത്ര ഫുട്ടേജ് ഒക്കെ കാണിക്കുക ടെലിവിഷനിൽ. അപ്പോ തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഒരുങ്ങൽ, ഒരു യാത്രയല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ യാത്രികരും നേതാക്കന്മാരായി മാറിയാലും, മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ആയി മാറിയാലും, തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് ഇന്ത്യ മുന്നണി ഇപ്പോഴും അതിൻ്റെതായിട്ടുള്ള പല പ്രവർത്തനങ്ങളും ബാക്കിയാണ്. ആ മുന്നണിക്ക് ഒരു ചട്ടക്കൂട് വന്നു എന്ന് പറയാവുന്ന ഒരു സ്ഥിതി ഇപ്പോഴും ആയിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ വലിയ ഇന്റേണൽ കോൺട്രഡിക്ഷൻസ് ഒക്കെ ഉണ്ട്. അത് എല്ലാ മുന്നണികളിലും ഉണ്ടാവുന്നതാണ്. അപ്പൊ ആ സമയത്ത് ഈ മുന്നണി ബന്ധങ്ങൾ കുറച്ചുകൂടി ശക്തപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ എവിടെയാണ് നടക്കുന്നത്? ആ മുന്നണിയുടെ പ്രധാന കക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഇപ്പോഴത്തെ ഫോക്കസ് ഈ മുന്നണി ബന്ധങ്ങളെ കുറച്ചുകൂടി ആണിട്ടുറപ്പിക്കുന്ന രീതിയിലാണോ? സീറ്റ് ഷെയറിംഗ് ചർച്ചകൾ എവിടെയാണ് നടക്കുന്നത്? അതോ കോൺഗ്രസ് പാർട്ടി മുഴുവൻ ഇപ്പോൾ ആസാമിൽ, ഇനിയിപ്പോ ബംഗാളിൽ, സ്വാഭാവികമല്ലേ രാഹുൽ ഗാന്ധി എവിടെ നടക്കുന്നു അവിടെയുള്ള കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാവേണ്ടത്. അതല്ലെങ്കിൽ അതൊരു അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാന യാത്ര, ഇപ്പോഴും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ദൗത്യം യാത്ര ചെയ്യുക എന്നുള്ളതാണ്. ഒന്നുകിൽ ബസ്സിലേക്ക് സ്ഥലം അധികമില്ല, അതുകൊണ്ട് നടക്കാവുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി ചെയ്യാം. ഓരോ സംസ്ഥാനത്തോ ആളുകൾ ഞങ്ങൾ വന്നിരുന്നു എന്നൊക്കെ അവിടെ വന്ന് പ്രകടമാക്കുന്നു. അപ്പൊ അങ്ങനെ നടക്കുകയാണ്. അപ്പൊ അതിലുള്ള ഒരു കോൺട്രഡിക്ഷൻ വലിയ കാര്യമാക്കി എടുക്കേണ്ടതെന്ന് തോന്നുന്നില്ല. കാരണം ഈ യാത്രകളിലെല്ലാം, ഇതിനു മുമ്പ് നടന്ന യാത്രകളിലെ രാഹുൽ ഗാന്ധിയും ഈ യാത്രയിലും അദ്ദേഹം പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. മറ്റുള്ളവരോട്, നമ്മളെ പോലെയുള്ള നാട്ടുകാരോടാണ് അദ്ദേഹം പറയുന്നത്, ധരോമത്, പേടിക്കരുത്, BJP ധൈര്യമായി നേരിടൂ, പേടിക്കരുത്. ധരോമത്ത് എന്ന് പറയുന്ന പേടിക്കരുത് എന്നുള്ള ഹിന്ദിയിലാണ് പറയുന്നത്. ഇതിനുശേഷം അദ്ദേഹം BJP നേരിടാനായിട്ട് ഉത്തർപ്രദേശിൽ ഇറങ്ങിയോ അതോ വയനാട്ടിലോട്ട് വരുമോ? ആ ഒരു ചോദ്യത്തിനും കൂടി അദ്ദേഹം, നിങ്ങൾ BJP ധൈര്യപൂർവ്വം നേരിടുന്നുണ്ടെങ്കിൽ BJP നേരിടുന്ന BJP ശക്തി ദുർഗമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സുകാർ ഫൈറ്റ് ചെയ്യണം. അവരെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷെ അവർക്ക് വേറെ എങ്ങും പോകാനായിട്ട് നിവൃത്തിയില്ലല്ലോ. പിന്നെ റീജിയണൽ പാർട്ടികളെല്ലാം BJPക്ക് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലായാലും മറ്റു സ്ഥലങ്ങളിലും എല്ലാം അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ചില റീജിയണൽ പാർട്ടികൾ സക്സസ്ഫുൾ ആയിട്ട് നേരിടുന്നുണ്ട്. ഇപ്പൊ UP കോൺഗ്രസ്സുകാരില്ലല്ലോ, ഒന്നും എവിടെ നിന്നും പോയിട്ടില്ലല്ലോ. കാരണം UP ഇപ്പോ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലൊക്കെ കോൺഗ്രസിന്റെ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പില് കൂടുതൽ ശക്തവും അഗ്രസീവുമായിട്ടായിരിക്കും BJP ഈ സംസ്ഥാനങ്ങളിലെല്ലാം ലോക്സഭയിൽ വരുന്നത്. അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസ് പ്രവർത്തകരും ആ രണഭൂമിയിൽ തന്നെയല്ലേ അവരെ നേരിടാൻ പറ്റുന്നത്. അവർക്ക് ഇങ്ങ് ഓടിപ്പോവാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അവർക്കെല്ലാം ധൈര്യമായി നിങ്ങൾ പേടിയില്ലാതെ നിൽക്കണം എന്നെല്ലാം പറഞ്ഞ അവസാനം രാഹുൽ ഗാന്ധി എവിടെ നിന്നാണ് മത്സരിക്കാൻ പോകുന്നത്? അപ്പൊ അതിനൊക്കെ ഉള്ളൊരു, അതെല്ലാം ജനം നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇവരുടെ കൂടെ ഈ ഹിന്ദി ഹാർട്ട് ലാൻഡിൽ കോൺഗ്രസിനെ റെസിസ്റ്റ് ചെയ്യാൻ ഈ അമേഠിയിലും റായ്ബറേലിയിലും എല്ലാം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി വദ്രയും മത്സരിക്കുമോ? അഥവാ രാഹുൽ ഗാന്ധി വീണ്ടും അമേഠിയിൽ വന്നാൽ അതിനു മുമ്പ് മറ്റൊരു ജാമ്യം എന്ന നിലയിൽ വേറെ ഏതെങ്കിലും ഒരു സേഫ് സീറ്റ് വയനാട്ടിലോ അല്ലാതെ വേറെ സംസ്ഥാനത്തോ മത്സരിച്ചുകൊണ്ട് പിന്നെ വന്നൊരു യുദ്ധകാഹളം എന്ന നിലയിൽ ധരോമത് എന്ന് പറയുകയാണോ?
എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ. അപ്പോ അദ്ദേഹം യാത്രയിലാണ്, കോൺഗ്രസ് യാത്രയിലാണ്. ഇന്ത്യ മുന്നണിയിലെ മറ്റ് നേതാക്കന്മാർ പറയുന്നത് നിങ്ങൾക്ക് യാത്ര ചെയ്യാം, ഞങ്ങൾക്ക് BJP ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും, നിങ്ങൾ കൂടെ ഉണ്ടോ ഇല്ലേ, നിങ്ങൾ ഒരു ദിവസം ഇവിടെ യാത്ര നടത്തുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് യാത്രയിൽ അങ്ങനെ കൂടേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളൊരു മെസ്സേജാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് അവസാനമായൊരു കാര്യം, ഇപ്പോൾ താങ്കൾ പറഞ്ഞ അവസാനിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, അതായത് നിങ്ങൾ യാത്ര നടത്തിക്കോളൂ, ഞങ്ങൾക്ക് മറ്റ് രാഷ്ട്രീയ പദ്ധതികളുണ്ട് എന്ന് ഇപ്പോൾ മമതാ ബാനർജി ആണെങ്കിലും AAP ആണെങ്കിലും ഒരു പക്ഷേ വൈകാതെ മറ്റ് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളും പറയുന്നൊരു ഘട്ടമുണ്ടാകുന്നത്, അത് എത്രത്തോളം അഭികാമ്യമായൊരു രാഷ്ട്രീയമാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അതിന് സത്യത്തിൽ മറുപടി ഉണ്ടാകേണ്ടത് കോൺഗ്രസ് കൂടി അടങ്ങുന്ന, കോൺഗ്രസ് കൂടി യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടൊരു തീരുമാനത്തിൽ എടുക്കുന്നൊരവസ്ഥയിലല്ലേ. അങ്ങനെ ഒരു ചിന്ത ഒരുപക്ഷെ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു അവസ്ഥ ഈ ഇന്ത്യ മുന്നണി നേരിടുന്നുണ്ടോ? അല്ല, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷനായിട്ടുള്ള മല്ലികാർജുൻ ഖർഗെ പറഞ്ഞത് ഈ രാജ്യത്ത് നിന്ന് അദ്ദേഹത്തിന് നിരന്തരമായി കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്, രാഹുൽ ഗാന്ധി യാത്ര നടത്തണം. അതുകൊണ്ട് ആ ലോകത്ത് ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും വരുന്ന അപ്പീല് ഒരു വിനയനായിട്ടുള്ള അധ്യക്ഷൻ എന്ന നിലയിൽ ഖർഗെ തന്റെ പിൻഗാമിയും ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ മുന്നിൽ വെക്കുകയാണ് വർക്കിംഗ് കമ്മിറ്റിയിൽ. താങ്കൾ ഇതൊന്ന് കൺസിഡർ ചെയ്യണം എന്നാണ്. ആ കൺസിഡർ ചെയ്യുന്ന പറയുന്ന അപ്പീൽ നടത്തുമ്പോൾ ഇദ്ദേഹത്തിന്റെ യാത്രയുടെ ഡീറ്റെയിൽസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി കുറച്ച് ധൈര്യം ഉള്ള ചില ആളുകൾ ഒഴിച്ചു ബാക്കി എല്ലാവരും അവരും അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും എല്ലാ ആശംസകളും ഒക്കെ കൊടുത്തിരിക്കുകയാണ്, യാത്ര നടത്തുകയാണല്ലോ. അപ്പൊ ഈ യാത്ര ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വരുന്ന വലിയ മാറ്റങ്ങളെ കുറിച്ച് ധൈര്യമായിട്ടുള്ള അതിനെക്കുറിച്ചൊക്കെ പറയുക എന്നുള്ളതാണ് ഈ സമയത്ത് കോൺഗ്രസ്സുകാരായിട്ടുള്ള എല്ലാ സംസ്ഥാനത്തുള്ള ആളുകളുടെയും ഒരു കർമ്മം ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ മുന്നണി BJP നേരിടുന്ന ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ യാത്രയിലൂടെ ഇതെല്ലാം ശരിയാവും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെയും ഇന്ത്യ മുന്നണിയുടെയും അല്ലെങ്കിൽ BJP നേരിടുന്ന ദേശീയ രാഷ്ട്രീയത്തിന്റെ തന്ത്രങ്ങളെ എല്ലാം രാഹുൽ ഗാന്ധി ഒരു യാത്ര നടത്തിയാൽ എല്ലാം ശരിയാവും എന്നാണ് അവരോട് പറയാം. അതാണല്ലോ നമുക്ക് മനസ്സിലാക്കേണ്ടത്. താങ്കൾ ചോദിക്കുന്നത് ഇത്രയും പ്രധാനപ്പെട്ട സമയത്ത് എന്തുകൊണ്ട് യാത്ര ഒരു അസ്ഥാനത്താണോ എന്നാണ്. പക്ഷെ ഈ യാത്രയാണ് എല്ലാത്തിനുമുള്ള ഒരു മരുന്ന് എന്നാണ് അവര് വിചാരിക്കുന്നത്. അപ്പൊ യാത്ര മുന്നോട്ട് പോകും. നമ്മൾ മറ്റൊരു യാത്രയുടെ അവസാനവും കണ്ടതാണല്ലോ. അപ്പൊ ഈ ഒരു യാത്രക്ക് വേണ്ടിയും നമ്മളെല്ലാം കാത്തിരിക്കുക. തെരഞ്ഞെടുപ്പ് വരുന്നു, അപ്പോൾ ഒരു യാത്ര വരുന്നു. അപ്പൊ അങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒറ്റ കാര്യം കൂടി, ഇത് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു സഖ്യത്തെ ഡീസ്റ്റബിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഞ്ചാബിലില്ല എന്ന് ആം ആദ്മി പാർട്ടി പറഞ്ഞാൽ ഡൽഹിയിലുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ തൃണമൂൽ ബംഗാളിലില്ല എന്ന് പറയുമ്പോൾ മറ്റ് പ്രാദേശിക പാർട്ടികൾക്കും അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നൊരു സാഹചര്യമാണ്. ഇപ്പോൾ സമാജ്വാദി പാർട്ടി മധ്യപ്രദേശിലില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഉത്തർപ്രദേശിൽ എങ്ങനെ തീരുമാനിക്കുമെന്ന് ഞങ്ങൾ അപ്പോൾ പറയാമെന്ന മധ്യപ്രദേശിൻ്റെ സഖ്യം പൊളിഞ്ഞപ്പോൾ തന്നെ സമാജ്വാദി പാർട്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രാക്ടിക്കലി ഇന്ത്യ മുന്നണിയെ ഡീസ്റ്റബിലൈസ് ചെയ്യുന്നുണ്ടോ ഇത്തരം കാര്യങ്ങൾ? അല്ലിപ്പോ ഒരു യാഥാർത്ഥ്യ ബോധത്തോട് നോക്കിയാൽ വെസ്റ്റ് ബംഗാളിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ 2021 നടന്ന അസംബ്ലിയിൽ കോൺഗ്രസ് പാർട്ടി 0-ആണ്. കോൺഗ്രസ് 0 എന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ ഒരു അലയായി നിന്ന CPIM 0-ആണ്. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് കോൺഗ്രസിനുണ്ട്. ഇടതുപക്ഷ പാർട്ടിക്ക് പ്രത്യേകിച്ച് CPM-ന് വീണ്ടും 0-ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് എല്ലാ അർത്ഥത്തിലും മമതാ ബാനർജിയും BJP-യും തമ്മിലുള്ള ഒരു വലിയ മത്സരമാണ് അവിടെ നടക്കുന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും മമതാ ബാനർജി അവിടെ ഒരു അൺഡിസ്പ്യൂട്ടബിൾ ആയിട്ടുള്ള നേതാവാണ് മമതാ ബാനർജി. പക്ഷെ അവിടെ ഈ യാത്രകൾ നടത്തുക, മമതാ ബാനർജി പറഞ്ഞല്ലോ എനിക്ക് ഇതൊന്നും അറിഞ്ഞുകൂടായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ ഒരു സമയത്ത് നിങ്ങൾ ഇവിടെ കയറി വരേണ്ട ആവശ്യമില്ല, ഞാൻ നോക്കിക്കോളാം, ഞാനും BJP-യുമായിട്ടൊരു ഫൈറ്റ് നടത്തുമ്പോൾ ഇവിടെ ഗ്രൗണ്ടിൽ ഇല്ലാത്തൊരു പാർട്ടി വന്ന് ഇല്ലാത്ത ഒരു പ്രസൻസ് ഒരു യാത്ര നടത്തി കാണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോ
അവിടെ ഒരു റിട്ടന്റ് സംഭവിച്ചു. ഇപ്പൊ മമതാ ബാനർജിക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായിട്ടൊരു അലയൻസ് ഇല്ലാതെ അവിടെ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ മമതാ ബാനർജിക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. അവരങ്ങനെയാണ് ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുള്ളത്. ഇനിയിപ്പോ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ കക്ഷിയാണ് കേരളത്തിൽ, ബംഗാളിലെ CPM ആണ് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. രണ്ട് പാർട്ടിയും സംപൂജ്യരായിട്ടുള്ള പാർട്ടി, രണ്ടുപേർക്കും പൂജ്യമാണ്, രണ്ടുപേരും കൂടി വളരെ വലിയ അണ്ടർസ്റ്റാൻഡിങ്ങുമാണ്. ആ ഒരു അലയൻസും പ്രത്യേകിച്ച് അവിടെ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നില്ല. അപ്പൊ മമതാ ബാനർജി ഇപ്പോൾ യാത്രയിൽ പങ്കെടുക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായി. അഖിലേഷ് യാദവ് കഴിഞ്ഞ ആഴ്ചയെ പറഞ്ഞു, ഈ യാത്രയിൽ എന്നെ പ്രതീക്ഷിക്കേണ്ട, ഞാൻ കൂടെ നടക്കാൻ പോകുന്നില്ല. 65 സീറ്റ് സമാജ്വാദി പാർട്ടി 50-ൽ 65 സീറ്റ് മത്സരിക്കും എന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം അങ്ങേര് പണ്ടത്തെ INL അജിത് സിംഗിന്റെ പാർട്ടി, ഇപ്പൊ അദ്ദേഹത്തിന്റെ മകൻ നയിക്കുന്ന ആ പാർട്ടിക്ക് ജാട്ട് വെസ്റ്റേൺ UP-യിലൊക്കെ കുറച്ച് സ്വാധീനമുള്ള ചെറിയ പാർട്ടിയാണ്, അവർക്ക് 7 സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. 65 72. പിന്നെ അദ്ദേഹത്തിന് 1-2 ചെറിയ പാർട്ടികളൊക്കെ ആയിട്ട് അവിടെ അലയൻസ് ഉണ്ട്. അപ്പോൾ കോൺഗ്രസിന് ചിലപ്പോൾ ഒരു 4-5 സീറ്റ് ഓഫർ ചെയ്താൽ ആണ് അതിനുള്ള സാധ്യത. പക്ഷെ ഇന്ന് കോൺഗ്രസിന് ആകെ ഉള്ളത് സോണിയാഗാന്ധി ജയിച്ച റായ്ബറേലി മാത്രമേ ഉള്ളൂ. അപ്പോ ഒരു റിയലിസ്റ്റിക് ആയിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനാണല്ലോ സീറ്റ് ആവശ്യം. ഇപ്പൊ കോൺഗ്രസ് നാളെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മത്സരിച്ചിട്ടെങ്കിൽ അടുത്തങ്ങനെ മത്സരിച്ചപ്പോൾ അതിന്റെ റിസൾട്ട് ഒക്കെ കണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള മറ്റ് ആശ്രയങ്ങൾ ആവശ്യമുള്ളത് കോൺഗ്രസിനാണ്. എന്നിട്ടും ഈ പ്രധാനപ്പെട്ട റീജിയണൽ പാർട്ടികളുടെ എല്ലാം കളങ്ങളിൽ ഒരു യാത്ര നടത്തി ഒരു സൂപ്പർ ഇമ്പോസ് ചെയ്ത് നിൽക്കുമ്പോ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഇതൊക്കെ ഒരു ഇന്റർജി ചെയ്യേണ്ട ഒരു അവരുടെ ഒരു സ്ഥിതിയിൽ അറിയാലോ. അങ്ങനെയുള്ളൊരു ഒബ്ലിഗേഷൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇല്ലല്ലോ. ഇപ്പോ റീജിയണൽ പാർട്ടികൾക്കോ ഇന്ത്യ അലയൻസിനോ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ബംഗാളിൽ നിന്ന് വരുന്ന മെസ്സേജ്. ഈ മെസ്സേജ് ഒരുപക്ഷെ നാളെ UP-യിൽ നിന്ന് നമ്മൾ കേട്ടുന്നിരിക്കും, ബീഹാറിൽ നിന്ന് പറയാവുന്ന രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ യാത്രയും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ആറ്റിറ്റ്യൂഡും ഇന്ത്യ അലയൻസിന്റെ ആറ്റിറ്റ്യൂഡും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മളുടെ മുന്നിൽ വരികയാണ്. അപ്പോൾ അതിനനുസരിച്ചൊരു കോഴ്സ് കറക്ഷൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ യാത്ര നടത്തുമ്പോൾ പിന്നെ കോൺഗ്രസ് BJPക്കും വളരെ താല്പര്യമുള്ള ഒരു യാത്രയാണ്. അപ്പൊ താങ്കൾ നേരത്തെ ചോദിച്ചല്ലോ, ഈ അസാം മുഖ്യമന്ത്രി എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ രാഹുലിന്റെ രണ്ടാമത്തെ യാത്രയാണെങ്കിൽ 2014-ലും BJP പറഞ്ഞു മോഡി വേഴ്സസ് രാഹുൽ, 2019-ലും BJP പറഞ്ഞു മോഡി വേഴ്സസ് രാഹുലാണ് ഈ തെരഞ്ഞെടുപ്പ്. അവര് വളരെയധികം താല്പര്യത്തോടു കൂടി ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെയും മോഡി വേഴ്സസ് രാഹുലാക്കി പ്രൊജക്ട് ചെയ്യാൻ BJPക്കാണ് വളരെ താല്പര്യം. അപ്പൊ അതുകൊണ്ട് അസാം മുഖ്യമന്ത്രി സാധാരണഗതിയിൽ കാണിക്കുന്നതിനേക്കാൾ കൂടുതലുള്ള ഒരു എതിർപ്പൊക്കെ കാണിക്കുക, തടയികളെല്ലാം കാണിച്ച് അതൊരു കോൺട്രവേഴ്സി ആക്കുമ്പോൾ BJPയുടെ ഒരു ലാർജർ ഗെയിം ഉണ്ട്, കൺവേർട്ട് ദിസ് ഇലക്ഷൻ ഇൻ ടു മോഡി വേഴ്സസ് രാഹുൽ. അപ്പോൾ അവർക്കും പറ്റിയ ഒരു യാത്രയും പ്രതിയോഗിയുമാണ് എന്നുള്ളതല്ല കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിന് ശേഷം വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ അലയൻസിൽ വരുന്ന നീരസവും എന്നാൽ ഈ യാത്രയെ നേരിടുന്നതിൽ BJP നേതൃത്വത്തിൽ കാണിക്കുന്ന ഒരു അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു എന്തൂസിയാസവും എല്ലാം ഒരു ലാർജർ പൊളിറ്റിക്കൽ പ്ലോട്ട് വളരെ വ്യക്തമാണ്. എന്നാൽ കോൺഗ്രസ്സുകാർക്കൊരു പലർക്കും മോഡി വേഴ്സസ് രാഹുൽ വരുമ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ നേതാവ് മുന്നോട്ട് പോകുന്നു എന്ന് മുദ്രാവാക്യം വിളിച്ചു കൂടുന്ന ഒരവസ്ഥയും നമ്മൾ കാണേ. റൈറ്റ്, വളരെ ക്ലിയറാണ് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ. ലാർജർ വിശാലമായ രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തി എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിനുള്ള അവ്യക്തത ഒരുപക്ഷെ ഈ യാത്രയും യാത്രയോടുള്ള BJPയുടെ പ്രതികരണവും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട്. വളരെയധികം നന്ദി ഇൻസൈറ്റിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിന്. നന്ദി ഒരിക്കൽ കൂടി. ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡിലൂടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം.